നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഈ മനഃശാസ്ത്രജ്ഞനും സാധാരണ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു താരതമ്യം പണ്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. സാധാരണ മനുഷ്യൻ, ഇപ്പം ഞാൻ ചിന്തിച്ച കാര്യം പുറത്ത് പറയുമ്പോഴാണ് സാധാരണ മനുഷ്യൻ മനസ്സിലാവുള്ളൂ. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചാണെന്ന് മനഃശാസ്ത്രജ്ഞനറിയാം. ദൈവത്തിനോ ഞാൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നുള്ളത് അറിയാൻ പറ്റും. അത് ഏതാണ്ട് ഒരു വ്യത്യാസം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, പഴത്താലായിട്ട്. അതിൻ്റെ ഒരു മറ്റു രൂപമാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്, ASI. ഈ ASI പ്രകാരം അത് ഏതാണ്ട് ഒരു 100 വർഷത്തിനകം ലോകത്ത് പ്രചാരത്തിൽ വരും എന്നാണ് ചില കണക്കൂട്ടൽ. അത് പ്രകാരം ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യ നിങ്ങൾ. അതായത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചാൽ മതി. പിന്നെ അലാവുദ്ദീൻ അത്ഭുത വിളക്കിലും കിട്ടും പോലെ നമ്മൾ എന്താഗ്രഹിച്ചാൽ അതപ്പോൾ കിട്ടും സ്വർഗത്തെക്കുറിച്ച്. ഇത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അതെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കാൻ പോകുന്നത് അറിയുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ ഭാഷയും ഇതാണെങ്കിൽ ഏതാണ്ട് ദൈവത്തെ തുല്യാവൂലേ? ഇത് വിശ്വസിക്കാതിരിക്കും കാരണമല്ല, കാരണം വളരെ ശാസ്ത്രീയമാണ്, അക്യുറേറ്റായിട്ട് അർത്ഥം അറിയാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മാണ്ഡ കടാഹം അത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ ഇന്നത്തെ മനുഷ്യൻ്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കൊക്കെ അതീതമാണ്, അപ്പുറത്താണെന്ന് പറയാൻ മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ. ഞാനത് ഒന്നും കൂടി പറഞ്ഞേക്കാം. സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ ചില മതങ്ങൾ വിശ്വസിക്കുന്നത് നാം എന്ത് ആഗ്രഹിച്ചാൽ അതപ്പോൾ കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാലേ കിട്ടുള്ളൂ. ഇത് സ്വർഗം സ്വാഭാവികമായിട്ടും ദൈവമാണല്ലോ, അല്ലെങ്കിൽ അള്ളാഹുവാണല്ലോ അത് നയിക്കുന്നത്, അതാണല്ലോ വിശ്വാസം. ഇത് മനുഷ്യൻ പറയാണ് നീ എന്താണ് ആഗ്രഹിക്കാൻ പോകുന്നുള്ളത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അറിയാമെന്ന്, ASIക്ക് അറിയാമെന്ന്. എവിടെ എത്തി ലോകം? എന്താണ് അവസ്ഥ? ഇത്രയും മഹത്വം ബൃഹത്വമായ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തെ നയിക്കുന്ന ഒരു ശക്തി വേറെ ഉണ്ട്, ഉറപ്പാണ്. അതിൽ കേവലം 50 വർഷം മാത്രം ആയുസ്സുള്ള ഞാനും നിങ്ങളും, ശരാശരി ആയുസ്സുള്ള ഞാനും നിങ്ങളും എന്തിനും മതി എന്നുള്ള ചിന്താഗതി തന്നെ ഏറ്റവും വലിയ തെറ്റ്. അതങ്ങനെ നിൽക്കട്ടെ, ഞാൻ അത്രയും പറഞ്ഞുള്ളൂ. മറ്റൊന്ന്, ഇന്നലെ നമ്മൾ പറഞ്ഞു, പിന്നെ ഇന്നലെ പറഞ്ഞത് നമ്മുടെ സഹോദരിയുടെ കുറിച്ച് അതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഗൾഫിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല കുഞ്ഞുമകനുമായിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അവർ ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് അമ്മായിയപ്പനെ കുറിച്ചൊക്കെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അവർക്കെല്ലാം മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെല്ലാം ശ്രമിക്കണം. അത് അപകടമല്ലേ, തെറ്റില്ലത്, ആവശ്യം ചിന്തിക്കണം. ഇനി ഞാൻ ഈ പിന്നെ നമ്മുടെ ശശി തരൂർ, അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ച് മോശമായിട്ടൊക്കെ ലേഖനം എഴുതിയ ലേഖനം കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് ദീപികയിലാണ്. മനോരമയിലെ മാതൃമല്ല, ദീപികയിൽ. ദീപിക എന്നിട്ട് ക്രിസ്ത്യൻസിൻ്റെ മാത്രം നോക്കുന്ന പത്രമാണ്. അതും സഭയായിട്ട് ബന്ധമുള്ളു. ആ സഭയിൽ ബന്ധമുള്ള കുറേ പേര് കോൺഗ്രസ് അനുകൂലിയാണ് ഇന്നും. അവരിൽ ഒരു ഇളക്കം തട്ടാൻ വേണ്ടി കൂടിയാണ് ദീപിക കൊണ്ടു കൊടുത്തത്. അപ്പോൾ ശശി തരൂര് ഇരിക്കുന്ന കൊമ്പ് വെട്ടല്ലേ? നിങ്ങൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ ധൈര്യമായിട്ട് അവർ പറഞ്ഞു പോകാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് പാർട്ടി സ്വീകരിക്കാം. പക്ഷെ ഇന്ന് ഈ കോൺഗ്രസ് ഇത്രയും മോശമായ പാർട്ടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അടിയന്തരാവസ്ഥ 1975 ഇന്നിപ്പോൾ 50 വർഷം എന്ന് പറഞ്ഞത്. നിങ്ങൾ കോൺഗ്രസ് ചേർന്ന ഒരു 2011 ഒറ്റാണ് ചേർന്ന് 4 പ്രാവശ്യം പറയുമ്പോൾ 2025,
14 24 2004 മറ്റാണ് നിങ്ങൾ തുടങ്ങിയത്. അപ്പോൾ 2004 മുമ്പ് എത്രയോ വർഷം മുമ്പാണ് ഈ അടിയന്തരാവസ്ഥ ഉണ്ടായതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അതേക്കുറിച്ച്. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാ ആനുകൂല്യം പറ്റി നിങ്ങൾ ആളായതിനു ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് തലവേദനയായിട്ട് നിൽക്കുന്നത് ശരിയാണോ എൻ്റെ ശശി തരൂർജി? ഇന്നൊരു വാർത്ത കേൾക്കുന്നു, അത് BJP-യിൽ നിന്ന് കിട്ടുന്ന വാർത്തയാണല്ലോ, അല്ലാതെ BJP ചാനൽ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. എന്താണ്? ശശി തരൂര് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ശശി തരൂര് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ഒരുപടി നിരാശ കാമുകന്മാരെ പോലെ എങ്ങും എത്താത്ത കുറേ ആൾക്കാരുണ്ട് കേരളത്തിലുണ്ട് രാഷ്ട്രീയക്കാർ, നേതാക്കൾ, അനുയായികൾക്ക്. അപ്പോൾ അവരൊക്കെ ചേർന്ന് പേടിയുണ്ടാക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഈ മാരാമൻ കൺവെൻഷൻ നടത്താൻ എല്ലാ കൊല്ലത്തിലൊരിക്കൽ വലിയൊരു പരിപാടിയാണ്, അതൊരു അന്തർദേശീയ പരിപാടിയാണ്. അത് ഈ വർഗീയ ലേല കൂടിയപ്പോൾ ഏതാണ്ട് ഒരു 10-20 വർഷം മുൻപ് അവിടെ തീരുമാനമെടുത്ത് നമുക്കൊരു പുതിയ മതം ഉണ്ടാക്കാം, എന്നിട്ട് വർഗീയ ലേലക്ക് ഒരു പരിഹാരം കാണുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞറിയോ, അപ്പം 4 വർഗീയത 5ആയി വർദ്ധിക്കും, അല്ലാതെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാലേ. ശശി തരൂർ പാർട്ടി ഉണ്ടാക്കിയാൽ ഒരു പാർട്ടിയുടെ എണ്ണം കൂടുന്നല്ലാതെ അതൊന്നും വലിയ നേട്ടമില്ല. തന്നെയല്ല, ശശി തരൂർ ഉദ്ദേശിക്കുന്നത് നായർ വിഭാഗമാണല്ലോ, അതാണല്ലോ, അല്ലാതെ ബാക്കി ആരാണ്? കോൺഗ്രസ് മാറിക്കഴിഞ്ഞ് ബാക്കി ആരോടോ തൻ്റെ കൂടെ വരുന്നത്? ആ നായന്മാർ വന്ന് അതെങ്ങനെയാണ്? അതിൽ 70% BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും, ബാക്കി 30% ഉള്ളതിലാണ് പങ്കിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് കിട്ടാനാ? എന്നിട്ട് അവരെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ ജോണി നെല്ലൂരിനെ പോലെയൊക്കെ അമ്പല തീർത്ഥാടനം നടക്കുന്ന കുറേ നേതാക്കളുണ്ട്, അങ്ങനെയുള്ള നിരാശക്കാവന്മാരൊക്കെ ചേർത്ത് ഉണ്ടാക്കി അവസാനം NDAയിൽ ചേരാം, NDAയിൽ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത് കണക്കൂട്ടിൽ. അത് അമിത്ഷായുടെ കയ്യിൽ നിന്നാണ് ആ ന്യൂസ് പറഞ്ഞതൊക്കെയാണ് കേൾക്കുന്നത്. എന്തുകൊട്ടെ, അങ്ങനെയൊക്കെ കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ശശി തരൂർജി അതെല്ലാം ഒരു ബുദ്ധിമോശമാണ്, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കോൺഗ്രസിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾ LDFിലേക്ക് ചേരാം, അല്ലെങ്കിൽ BJP ചേരാം, പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. ഇത് അധികാരം ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ മൊയ്തീൻ ഷാ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, അധികാരം മോഹിക്കുന്നില്ല. മുന്നണി പോയിട്ട് MLA ആകുന്ന യാതൊരു പരിപാടിയില്ല. കൂടെ നിൽക്കുന്നവർ പോലെ പഞ്ചായത്തിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടിയാൽ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മുന്നണി തന്നെ നിൽക്കണം, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുന്നണി, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി, അല്ലെങ്കിൽ BJP മുന്നണി. പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പോകാനൊന്നും സാധ്യമാണെന്ന് അറിയില്ല. നിങ്ങൾ ചെയ്യും. ഇതായാലും നിങ്ങൾ മാന്യത കാണിക്കണം. ഇപ്പം നിങ്ങളുടെ ഇമേജ് കുറഞ്ഞ് വളരെ, കാരണം നിങ്ങൾ തന്നെ ഒരു ഏജൻസി വെച്ച് ഞാൻ തന്നെ മുഖ്യമന്ത്രി, എനിക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ പോയില്ലേ? ഞാനാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ അതോട് തന്നെ ആ മനുഷ്യൻ്റെ എല്ലാം തീർന്നു. ഇപ്പം ഞാനാണ് അതിനെപ്പറ്റി അർഹത എന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ അത് പറയണോ? മറിയത്തിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിൻ്റെ അച്ഛൻ തോമസ് ആണെന്ന് തോമസ് പറയുമ്പോഴേ മറിയത്തിന് വിലയുള്ളത്. അല്ല, മറിയത്തിൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടന്ന കൊച്ചിൻ്റെ അച്ഛൻ തോമസ് ആണെന്ന് മറിയം പറഞ്ഞ് വിലയിലിടോ. ആ ഒരു സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്ക് ബോധ്യമുണ്ടായില്ലേ? വിശ്വപോരനാണല്ലോ, വിശ്വഗുരു വിശ്വപോരനൊക്കെയാണല്ലോ. എന്നെ തന്നെ ഞാൻ തന്നെത്താൻ പോയിട്ട് ഈശോ താഴ്ത്തപ്പെടുന്നത് ബൈബിൾ വചനം. എന്നെ തന്നെ ഞാനാണ് അർഹൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ തീർന്ന് അയോഗ്യതയായി അത്. അപ്പോൾ കരിക്കാട്ടി കളഞ്ഞ്, എല്ലാം കളഞ്ഞ്. നല്ലൊരു മനുഷ്യൻ ഇന്ത്യക്കാരനായിരുന്നു, പക്ഷേ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ എന്ന് കിട്ടെ. ഇനി ഒരു ചാനലിൽ ചർച്ച ചെയ്ത് അതാണ് കേരള രാഷ്ട്രീയത്തിൽ വരാണ്. അതിൽ VD സതീശനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്, ബൈ ഇലക്ഷൻ നടന്നത് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടന്ന് അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചു. UDF സ്ഥാനാർത്ഥി അവിടെ ജയിച്ചതേ സതീശൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പറ്റ ആൾക്കാർ കഴിവല്ല. ഇതാ കേട്ടോളൂ എന്താണെന്ന്. അവിടെ 40,000-ഓളം മുസ്ലിം വോട്ടർമാരുണ്ടായിരുന്നു. അതിൽ സാധാരണഗതിയിൽ 10,000-5,000-ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, 10,000-15,000-ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുമെന്ന്. പക്ഷേ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ UDF തോൽക്കും. UDF തോറ്റാൽ പിന്നെ വരുന്നത് BJP ആണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കാതെ ആ വോട്ട് UDF ജയിപ്പിക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടായി. അത് കൂടാതെ വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. അത് എത്ര കോൺഗ്രസ്സുകാർക്കറിയാം, എത്ര CPM അറിയാം. ഇപ്പോൾ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചത് ആ കമ്മ്യൂണിസ്റ്റിൽ ആരാന്ന് ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് VD സതീശനെ കൈമുന്നടിച്ച്
പാലക്കാട് നിന്ന് പിന്നെ ഷാഫി പറമ്പലിനെ വടകര കൊണ്ടുവന്ന് വടകരയുള്ള തൃശ്ശൂർ ഗുരു പിന്നെ എന്താണ് വടകരയുള്ള ഉണ്ടായത് പിന്നെ മുരളിയെ തൃശ്ശൂരിട്ട്. അപ്പോൾ മുരളിയെ ഇവിടെ കാല് വരാൻ തീരുമാനിച്ചു, ശൈലജ ടീച്ചർ കാല് വരാൻ തീരുമാനിച്ചു. പിന്നെ പാലക്കാട് ഷാഫി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാലങ്ങൾ മാറി വന്നാൽ ഷാഫി ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് സാധ്യത കണ്ടുകൊണ്ട് ആ ഒരു വഴി അടക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് വടകിട്ട് നേരെ പാൽവയിലേക്ക് ഇട്ട്. ഇതൊക്കെ സതീശൻ്റെ അപാര ബുദ്ധിയാണ്. ഇത് മനസ്സിലാക്കാൻ ഷാഫിക്ക് മനസ്സിലായില്ല. ഇനി പാർലമെൻറ്റിൽ പോയാൽ ഷാഫിക്ക് വരാൻ പറ്റുമോ? അത് വലിയ മറ്റുള്ള ഇതല്ലേ. അതിന് മുൻപ് ഈ മുരളീധരനെ നേമത്തു നിന്ന് മുരളീധരനെ വടകരയിലേക്ക് വിട്ടത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉന്നത നേതാവാണ്, സൂപ്പർ നേതാവാണ്. അവിടെ രാജേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആ രാജേട്ടനെ ഒതുക്കി കളയണം. ബേബി അവിടെ നിർത്തി തോൽപ്പിച്ച നേരം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ LDF ഇഷ്ടപ്പെടാത്ത പാർട്ടി നേതാക്കളുടെ അവനൊക്കെ നിർത്തി അങ്ങോട്ട് തോൽപ്പിച്ച് അങ്ങോട്ട് കൊന്നുകളി. അതാണ്. തന്നെയുമല്ല, പറയുമ്പോൾ ദേഷ്യപ്പെടുകയല്ല, ഇതൊരു മനഃശാസ്ത്രമാണ്. നിങ്ങൾക്ക് ഏതിനുണ്ടെങ്കിലും വരെ പറയാം. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കളമശ്ശേരി മണ്ഡലത്തിൽ അവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിർത്തി, അത് അല്പം അയോഗ്യ അവിടെ പ്രശ്നമുണ്ട്. അവിടെ ഒരു 4000-ഓളം വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ കോൺഗ്രസിൽ ഒരു വിങ്ങി കൊടുത്തത്. അപ്പോൾ അവർ 5000 വോട്ട് PT തോമസ് തൃക്കാക്കര കൈമറിഞ്ഞിട്ടുണ്ട്. അതാണ് 5000 വോട്ട് ഒരു 11000 വോട്ടായിട്ട് PT തോമസ് ഭൂരിപക്ഷം കിട്ടിയത്. പെട്ടെന്ന് ഇവിടെ കോൺഗ്രസ് വളർന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ്. അവിടെ നിങ്ങൾ സഹായിച്ച് ഇവിടെ ഞങ്ങൾ സഹായിക്കും. അത് പണ്ട് പോലുണ്ട്. അടവ് നയമാണ്. അതൊക്കെ ഏത് പാർട്ടി ചെയ്യും. ഞാൻ ചെയ്തതിന് കുറ്റം വന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കുറേ പേരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. പണ്ട് ഞാൻ സഭയോട് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞ പോലെ. അതാണ് സംഗതി. അത് വേറെ കാര്യമുണ്ട്. എന്ത് വില കൊടുത്തും രാജീവിനെ കളമ്പ് ജയിപ്പിച്ച് ഭരണം കിട്ടുമെന്ന് ഉറപ്പായില്ല. മന്ത്രി എടുക്കുന്നത് നമ്മുടെ മുഖ്യന് താല്പര്യമുണ്ടായി. അതിലൂടെ പല അതും കാണിച്ച്. അതാണ് അപ്രസക്ത. ഒരു ഏതാണ്ട് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സഖാവിൻ്റെ പേരെഴുതിയ ചുമരെഴുതിയാണ്. ആ പേര് മാറ്റിയിട്ട് പിന്നെ ഒന്നും അറിയാതിരുന്ന ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടറെ പേരിട്ട് വച്ചൊക്കെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റില്ല. ഇനി വരുന്നത് ഒരുപക്ഷെ പിണറായി സഖാവിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായി ആകുന്നില്ല, മരുമോനെ ആക്കുന്നില്ല, രാജീവിനെ ആക്കിയ കൊള്ളാതിന് നായർ വിഭാഗത്തിൽപ്പെട്ടാണ്. രാജീവ് ആ വ്യക്തിയായിട്ട് കുഴപ്പക്കാരനുമില്ല. അങ്ങനെ വരുമ്പോൾ കളമശ്ശേരിയിൽ നിന്ന് ഉറപ്പായിട്ട് പുള്ളി ജയിച്ചിരിക്കണം. ആ ഒരു താല്പര്യമുള്ളതിൻ്റെ പേരിലാണ് ഈ തൃക്കാക്കര കൊണ്ടുവന്ന് ആ സ്ഥാനാർത്ഥി മാറ്റി മറ്റേ ഈ ഡോക്ടർ ഒന്നും അറിയാതെ ഡോക്ടർ നിർത്തി 14,000-17,000 വോട്ടിനായിട്ട് ആ ഉമ്മാ തോമസ് ജയിപ്പിച്ച്. ഇതൊക്കെ ഒരു കച്ചവടമാണ്, വോട്ട് കച്ചവടമാണ്. അടവ് നയം ഒരു രാഷ്ട്രീയക്കാർ പറയും, പക്ഷെ വോട്ട് കച്ചവടമാണ്. ഇത് എത്ര സഖാക്കൾക്കറിയാം, എത്ര കോൺഗ്രസ്സുകാർക്കറിയാം. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, മട്ടാഞ്ചേരിയിൽ ജോസഫിന് തോറ്റുപോയില്ലോ. അവിടെ ഇബ്രാഹിം കുഞ്ഞിന് വളരെയധികം കൂടുതൽ വോട്ട് കിട്ടി. പ്രതീക്ഷക്കാൾ 5,000-6,000 വോട്ട് കൂടുതൽ കിട്ടി. എന്താണ് അവിടെ ജോസഫിൻ ജയിച്ചു വന്നാൽ ഒരു വനിതക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ ശൈലജ ടീച്ചർ കിട്ടൂല. അപ്പോൾ ജോസഫിൻ തോറ്റിരിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം കുഞ്ഞിന് വോട്ട് ചെയ്തത്. അതാണ് രാഷ്ട്രീയ കളി. വേണ്ട പെരുമ്പാവൂര് 4ാമത് പ്രാവശ്യം ജയിച്ചു വന്ന നമ്മുടെ ആ പുള്ളിക്കാരല്ലോ സാജോ പോളിനെ എന്താണ് തോൽപ്പിച്ചോളൂ. ഇത് മറ്റേ കേസുണ്ടാക്കി, നിമിഷ കേസൊക്കെ ഉണ്ടാക്കി അവസാനം അങ്ങനെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ അത് കയറി മന്ത്രിസ്ഥാനം കൊടുക്കണം. മന്ത്രിസ്ഥാനം കൊടുത്താൽ അവിടെ കൊടുക്കാൻ പറ്റില്ല, അതിന് സാധ്യത കുറവാണ്. അങ്ങനെ ഒരുപടി അഡ്ജസ്റ്റ്മെൻറ്റ് നെറുകേട് ഉള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. നെറുകേടും വഞ്ചനയും തട്ടിപ്പും കുതികാൽ വിട്ടോ എല്ലാ പാർട്ടികളും, ഒരു പാർട്ടി മാത്രമല്ല, കൊച്ചു കൊച്ചു പാർട്ടികൾ മുതൽ വലിയ വലിയ പാർട്ടികളും ചെയ്യുന്ന ഇതുപോലെ തട്ടിപ്പാണ്. അതല്ല നമ്മുടെ സിനിമ ഇറങ്ങിയില്ലേ വെള്ളിമുഖ സിനിമയിൽ രാഷ്ട്രീയം നടക്കുന്നതിൻ്റെ ഒരു 1000 അംശം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എത്ര ഭയാനകമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. തട്ടിപ്പ് വഞ്ചനയും കുതികാൽ വിട്ടും കാലുവിട്ടും. ഇത് അറിയണ്ടോ? ഏറ്റവും വലിയ കാര്യം നമ്മൾ മുരളീധരനെ മന്ത്രിയായിട്ട് ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ട് നിശ്ചയിച്ചപ്പോഴേ 6 മാസം ജയിക്കണമല്ലോ, MLA ആകണമല്ലോ.
ആ സ്ഥാനത്ത് കോൺഗ്രസ് കാലുവരി അയാളെ തോൽപ്പിച്ചില്ലേ? എന്ത് കണ്ടില്ലാലും മന്ത്രിയായിട്ട് വന്നയാളെ അയാൾ ജയിപ്പിച്ചെടുക്കണില്ലേ? ഇതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അത് പണ്ടോത് ഇപ്പോഴത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തല്ല, എൻ്റെ ഗ്രൂപ്പിൽ ഇഷ്ടപ്പെടാത്തല്ല ഞാൻ തോൽപ്പിച്ചോളേ. അങ്ങനെ ഒരു ഭൂഷ സ്വഭാവമായി. ഇപ്പം ഈ ദാവൂദിൻ്റെ വിഷയത്തിൽ ഇടതുപക്ഷം കൈവിട്ടു എന്നൊക്കെ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ദാവൂദിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പുകഴ്ത്തി പറഞ്ഞ ആളല്ല. അതിൻ്റെതായ മോശമുണ്ട്. പക്ഷേ ഇടതുപക്ഷം ദാവൂദിൻ്റെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന് കളങ്കമാക്കാണ്, ബാധ്യമാക്കാണ്. അത് മലപ്പുറം സമ്മേളനം പോലെ എല്ലാ സമ്മേളനവും വളരെ ആസൂത്രിതമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യം അവർ മനസ്സിലാക്കി. AK സെല്ലിൽ റിസർച്ച് വരുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വരുന്ന ഇലക്ഷനിൽ 1,40,00,000 എന്ന മുസ്ലിങ്ങളിൽ കേവലം ഒരു 5 ലക്ഷത്തിൽ താഴെയാണ് ഇത്തവണ LDF വോട്ട് ചെയ്യുള്ളൂ. വെറും നിരീശ്വരവാദികളായ മുസ്ലിങ്ങൾ, ചില മുസ്ലിം നാമധാരികൾ മുസ്ലിങ്ങൾ, അല്ലാതെ മുസ്ലിം ചെയ്യില്ല. അത്ര കണ്ട് മുസ്ലിങ്ങൾ സമുദായത്തെ മൊത്തത്തിൽ ജിഹാദിയുടെയും അല്ലെങ്കിൽ വർഗീയ പാർട്ടിയുടെ പേര് വന്നിട്ട് തോൽപ്പിക്കുന്ന മുഴുവൻ സമുദായത്തെയാണ്. അത് സമുദായം തിരിച്ചറിഞ്ഞ് അത് കിട്ടൂല, അത് മനസ്സിലായി. അത് കിട്ടൂല പറയാൻ കാരണം സമുദായത്തെ തോൽപ്പിക്കുന്നത് മാത്രമല്ല, LDF നിലനിൽക്കണം. UDF ജയിച്ചാലേ LDF നിലനിൽക്കുള്ളൂ. അത് UDF എന്ത് വില കൊടുത്തും ജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ മുസ്ലിം സമുദായത്തിന്, മറ്റ് പലർക്കുള്ള കൊടുത്ത് സമുദായത്തിന്. അതുകൊണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കി, അത് വോട്ടില്ല. അപ്പോൾ മറ്റ് വോട്ട് കിട്ടണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? മുസ്ലിം വർഗീയത കാണിച്ച് മുസ്ലിങ്ങളെ പീഡിപ്പിച്ച് അങ്ങനെയാണ് സഖ്യം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ഏൽപ്പിക്കണം? LDF വോട്ട് കിട്ടണം ഹിന്ദു സമുദായത്തിന്. എന്തൊരു കളിയാണെന്നറിയോ? കാരണം KPCCയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പിന്നെ കുഞ്ഞാലിക്കുട്ടി, പിന്നെ വെൽഫെയർ പാർട്ടിയുടെ ആള് അല്ലെങ്കിൽ SDPയുടെ ആള്, അത് വേണ്ട പകരം എന്താണ് നമ്മുടെ മരിച്ചുപോയ സഖാവ് പറഞ്ഞറിയോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി രാമചന്ദ്രൻ്റെ പേരല്ല പറഞ്ഞത്, ഹസൻ്റെ പേരാണ് പറഞ്ഞത്. ഹസൻ, കുഞ്ഞാലിക്കുട്ടി, മറ്റേ അങ്ങനെ കിട്ടുന്ന ചാൻസ് എല്ലാം ഈ സമുദായത്തെ ക്ഷീണിപ്പിക്കാൻ പ്രവർത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് മുഴുവൻ തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കാരണം അവർ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പല അഭ്യാസവും കാണിക്കും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ചില വിഭാഗങ്ങൾക്ക് എന്നുള്ളത് അവർ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതാണ് സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ തൃശ്ശൂർ തൃക്കാക്കര നമ്മൾ പറഞ്ഞില്ലേ, അതിനുശേഷം വന്ന എന്ത് വന്ന് ഉമ്മൻചാണ്ടി മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ 35,000 വോട്ടായിട്ട് ഭൂരിപക്ഷം ജയിച്ചു. എന്നാൽ അത് ഉമ്മൻചാണ്ടിയെ വിറ്റുള്ള കാശ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരണത്തിൽ നിന്ന് കിട്ടിയ അനുശോചനം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം ഇങ്ങോട്ട് കിട്ടിയാണ്. ഇനി നിന്ന് ഒരു പക്ഷേ പുള്ളി ജയിക്കുന്നതിന് ഉറപ്പില്ല. ആ ഒരു ആനുകൂല്യമൊക്കെ പോയി. അതും എന്താണ് സതീശൻ്റെ മാത്രം കഴിവാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 പാലക്കാട് സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ BJPയുടെ ഗ്രൂപ്പിസം കാരണം വോട്ട് കുറച്ച് പോയി. തന്നെയുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവിരുദ്ധ വികാരവും BJPയുടെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഭരണവിരുദ്ധ വികാരം എല്ലാം കൂടി ആൾക്കാർ വോട്ട് മറിച്ച് ചെയ്ത്, അതുകൊണ്ടുകൂടിയാണ് അവിടെ ജയിച്ചത്. അവരും സതീശൻ മാത്രം കഴിവൊന്നുമില്ല. അവസാന കൈ നമ്മുടെ നിലമ്പൂർ 11,000 വോട്ടിന് ജയിച്ചു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അൻവർ അവിടെ നിന്ന് 20,000 വോട്ട് പിടിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇവിടെ ജയിക്കാൻ കാരണം 6,000 പരം വോട്ട് അൻവർ LDF വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ 6,000 വോട്ട് പിടിച്ചാൽ, അത് പിടിച്ചില്ലെങ്കിൽ അത് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ UDFൻ്റെ ആൾ തോറ്റുപോകും. 10,000 വോട്ടാണെങ്കിൽ അതിൻ്റെ പകുതി വോട്ട് മാറിക്കഴിഞ്ഞാൽ തോറ്റുപോകും. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, 10,000 അറിയണ്ട, അതിൻ്റെ പകുതി ഒരിട്ട് കൂടുതൽ പറഞ്ഞാൽ മതി. അവിടെയും സതീശന് കഴിവെന്ന് പറയാൻ പറ്റില്ല. ഇനി സതീശൻ ഈ അൻവറായിട്ടുള്ള അതുകൂടി പറയാം. അൻവറിനെ വെറുതെ തകർത്ത് പുറത്തു വിടരുത്. അൻവറിൻ്റെ കയ്യിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, അത് വളരെ ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അൻവറിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ പുറത്ത് വിട്ടിപ്പോൾ ഇതിപ്പോൾ കേൾക്കുന്നത് സതീശൻ അല്ല ശശി തരൂർ പാർട്ടി ഉണ്ടാക്കിയവർ അൻവർ വരെ അതിലൂടെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒരു ഭാവനയാണല്ലോ. അങ്ങനെ അൻവറിൻ്റെ ഗ്രൂപ്പ്, ഞാൻ അൻവറിൻ്റെ മഹത്തല്ല, അൻവർ പറയുന്നൊരു പ്രത്യയശാസ്ത്രമുണ്ട്, സംഘവിരുദ്ധ പരിപാടി.
അതിനെതിരെ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും 14,000 വോട്ടെങ്കിലും അനുഭാവികളുണ്ട്. ആ വോട്ട് കിട്ടിയാൽ 5,000 വോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ, കാരണം 60 മണ്ഡലങ്ങളിൽ 500നും 2,000 എടുക്കാണ് ജയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു 1,001 1,010 വോട്ട് മാറിയാൽ ആ മണ്ഡലം തിരിച്ചു പോരും. അത് തിരിച്ചു വരികയും ചെയ്യുക, തിരിച്ച് കളയുകയും ചെയ്യുക. അങ്ങനെ കുറച്ച് സ്ഥലത്ത് 4,000 5,000 വോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുന്നത്? തന്നെയല്ല, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ജോയിയെ നിർത്താൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ജോയി നിർത്താമെന്ന് ഒരു മഹാ ഇന്ന് പറഞ്ഞിട്ട്. അതൊന്നുമല്ല, ഞങ്ങൾ നിരന്തരം പറഞ്ഞ് 1,40,000 വോട്ടർമാരുള്ള മുസ്ലിം സമുദായത്തിന് 50 സീറ്റെങ്കിലും കൊടുത്തിരിക്കണം. ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോ, പക്ഷെ ആ സമുദായത്തിൽ കൊടുത്തിരിക്കും. ഇതാണ് സമുദായത്തിലെ ഈ പറഞ്ഞ 1 കോടിയോളം വോട്ടർമാർ മാറി നിൽക്കുന്ന ഒരു ആഗ്രഹം. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് കൊടുത്തില്ലേ അപകടമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നിലമ്പൂർ ജോയിക്ക് കൊടുത്താൽ പിന്നെ ഇവിടെ കൊടുക്കും 10-50 സീറ്റ്. സ്ഥലമില്ലല്ലോ, ജയിക്കണ്ടേ? ഇപ്പം ഇതിന് കളമശ്ശേരിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുസ്ലിംസ് കൊടുക്കാവുന്ന സീറ്റാണ് എറണാകുളം ജില്ലയിൽ. പിന്നെ ആലുവയുടേത് മട്ടാഞ്ചേരി കളഞ്ഞത്. അത് ഇബ്രാഹിം കുഞ്ഞിന് കളമശ്ശേരി കിട്ടിയപ്പോൾ ഇബ്രാഹിം പിന്നെ കണ്ണടിച്ചത് അവിടെ സഖാവിന് കൊടുത്തു മുസ്ലിം പാർട്ടിയിലതി. ഈ കളമശ്ശേരിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ത് വില കൊടുത്താലും സതീശൻ മാത്രമേ ജയിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ അടവും പ്രയോഗിക്കും, എല്ലാ തട്ടിപ്പും നടക്കും. കാരണം ഒരു വർഷം ജയിച്ചാൽ മുരളി 2 പ്രാവശ്യം ആയില്ലല്ലോ, 3ാമതായില്ലെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ പിണറായി വിജയൻ പോലെ അത് എക്സെപ്ഷൻ ഒഴുവരും. അതുകൊണ്ട് അവർ ആ സീറ്റ് പിന്നെ എറണാകുളം ജില്ലയിൽ UDF എവിടെ നിർത്തുള്ളൂ? അവിടെ ആലൂർ സീറ്റാണ്. അതുവരെ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എത്രയൊക്കെ സ്വന്തം കൊണ്ടുവന്നിട്ടും അങ്ങനെ പറ്റിയിട്ടില്ല. ബാക്കി 14 സീറ്റുള്ളതിൽ 1 സീറ്റേ കൊടുക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി 149 സീറ്റുകൾ എവിടെ കൊടുക്കും? 15 അല്ലെങ്കിൽ 20 സീറ്റ് ലീഗിൻ്റെ ഏതായിട്ട് കൊടുക്കുക. അപ്പോൾ 20 21 ബാക്കി 29 സീറ്റ് കൊടുക്കണം ഈ സമുദായത്തിന്. ഉള്ളാളിക്കാരെയല്ല, 21, 29, 50. ആ 29 സീറ്റ് നിങ്ങൾ എവിടെ കൊടുക്കും? എവിടെ ജയിപ്പിച്ചെടുക്കും? മുസ്ലിം ലീഗിന് കൊടുക്കുക 20 സീറ്റ് ജയിക്കിട്ട് തോൽക്കേണ്ട വിഷയമല്ല. അത് അവരവിടെ നിർത്തിക്കൊണ്ട് ജയിക്കുക തോൽക്കുക ചെയ്യും. ബാക്കി 29 സീറ്റ് സതീശ നിങ്ങൾ എവിടെ കൊടുക്കും? കോൺഗ്രസ് UDF ഉത്തരം പറയണം. വോട്ട് പുറത്ത് കിടക്കണത് അതൊക്കെ ഇവിടെ യാതൊരു കാരണം വെച്ചാൽ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന രക്തത്തിൽ ലാബിൽ മിഷൻ കാണിക്കുന്നതല്ലാതെ അവിടെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സത്യം പറയുന്ന യാഥാർത്ഥ്യം പറയുന്നതല്ല, ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യമില്ലെന്നേ, ഒരു താല്പര്യമില്ല, ഒരു വെറുപ്പില്ല, ആരോട് പ്രത്യേക താല്പര്യമില്ല. നീതി നടപ്പാക്കണം. നീതി അങ്ങനെ വരുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഇത് വരണമ്പോൾ എവിടെ കൊടുക്കുന്നത്? ഇതൊക്കെ വലിയ ചോദ്യത്തിനാണ്. അവസാനം കൈവിട്ടുകളയരുത്. നിങ്ങൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് മറ്റു കൊടുത്ത് എല്ലാം കൊടുത്തപ്പോൾ പിന്നെ 29 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് എവിടെ കൊടുക്കും കേരളത്തിൽ? ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ്. നമ്മൾ പറഞ്ഞത് ലോകം ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ASI എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. അതൊക്കെ 100 വർഷത്തെ നടക്കാരും. നമ്മൾ ഈ വരുന്ന 2026 കാര്യം പറഞ്ഞപ്പോൾ അത് പ്രാക്ടിക്കലായിക്കണ്ടേ? അതുകൊണ്ടൊക്കെ UDF ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമുദായത്തിൽ 50 സീറ്റ് ജയിക്കാനുള്ള സീറ്റ് കൊടുത്ത് പരമാവധി സീറ്റ് ജയിപ്പിച്ചെടുത്താൽ മാത്രമേ UDFന് അധികാരത്തിൽ കയറാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ചിത്രം മാറും. അത് സതീശ് ഓർത്തേ നല്ലത്. സതീശൻ്റെ ഒക്കെ ഒരു ധാരണ എന്തറിയോ? 100 സീറ്റും 110 സീറ്റും കിട്ടും. ഒരു അന്ധമായ ഒരു ഭാവനയാണിത്. അങ്ങനെ നല്ല കാണുന്ന കാര്യങ്ങൾ ഇടതുപക്ഷം വളരെ കണ്ണിങ്ങായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് BJP ഉണ്ട്, സംഘപരിവാറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും ഇത്തവണ LDF കൊണ്ട് ജയിപ്പിക്കണം, ഇത്തവണ കൂടി LDF ജയിപ്പിക്കണം, അങ്ങനെ LDF നശിക്കണം, UDF നശിക്കണം, BJP അധികാരത്തിൽ വരും. അതൊക്കെയാണ് അവരുടെ കണക്കുകളിൽ. ഞാൻ അവരൊരിക്കലും കുറ്റം പറയുന്നില്ല, കാരണം അത് അവരുടെ ലക്ഷ്യമാണ്. ലക്ഷ്യം അവർ ചെയ്യും. അത് കൗണ്ടറായിട്ട് നിങ്ങൾ ചെയ്യണം. അല്ല BJP അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കുറ്റം പറയാൻ ഞങ്ങൾ മണ്ടനാകാൻ താല്പര്യമില്ല. അത് രാഷ്ട്രീയമാണ്, അവരുടെ ലക്ഷ്യമാണ്, അവർക്കത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് നിങ്ങൾ UDF LDF ചെയ്യണം. അല്ല അവർ കൊഞ്ഞം കാണിക്കല്ല. അപ്പോൾ അമിത്ഷാ നാളെ വരെയാണ് 150 കോടി രൂപ ഇട്ടപ്പോൾ എന്തോ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നാളെ വന്ന് എല്ലാം കൂടി പ്രശ്നം ആകെ തകർന്നിരിക്കുകയാണ്, എല്ലാം കൂടി പരിഹരിക്കാൻ വേണ്ടിയൊക്കെയാണ്. എന്തുമാത്രം പരിഹരിക്കുമോ നമുക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ വോട്ട് കിടക്കുന്ന എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് ഇപ്പം കണ്ട് എല്ലാ ആനുകൂല്യം കൊടുത്ത് സതീശൻ
സതീശൻ പോട്ടെ, നമ്മുടെ ശശി തരൂര് ആകെ കൂടി തകർത്ത് കളഞ്ഞില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വഞ്ചനയല്ലേ കാണിച്ച്. അതുപോലെ കുറേ നേതാക്കളിൽ ഇപ്പോൾ കോൺഗ്രസ്സുകളിൽ പണ്ട് മുല്ലക്കാട് കാലിൽ കോഴിയുടെ കാട്ടായപ്പോഴേ ആ കാല് പുറത്ത് വെച്ചിട്ട് മറ്റു കാലം അകത്ത് വെച്ച് വാങ്ങിക്കൊടുത്തല്ലേ. ഒരു കാല് പുറത്ത്, ഒരു കാല് ഇപ്പോഴും BJP-യിലേക്ക് വെച്ചേക്കാണ്, പോകാൻ നിൽക്കാണ്. ഈ കോൺഗ്രസിൻ്റെ UDF-ന്റെ പല നേതാക്കളും, ഒരാൾ മാത്രമൊന്നുമില്ല, ഒരു സുപ്രഭാതം BJP ആണ് അതിൽ ഒരു സാധ്യത ഉണ്ട്, അവരെല്ലാം പോലെ പോവും. അപ്പോഴും പോകാൻ നിൽക്കുന്നത് വർഗമുണ്ട് ഇന്ത്യയിൽ 88% പിന്നോക്കത്തിലെ ന്യൂനപക്ഷങ്ങൾ. അവർക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവർ അംഗീകരിക്കില്ല. പറയുമല്ലോ, ഇപ്പോൾ ഈടവർ എത്ര പേര് BJP പോയിട്ടും ആർക്കെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരു മുരളിക്ക് ഒരു മന്ത്രിസ്ഥാനം കുറിച്ചില്ല. അതിനുശേഷം സുരേന്ദ്രനൊക്കെ ബാക്കി എല്ലാവരും മാറിയ ഉടനെ 24 മണിക്കൂറിനകം ഗവർണറായിട്ട് വയ്ക്കുമല്ലോ. ഇത് സുരേന്ദ്രൻ പോയിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസമായി മാറിയിട്ട്? എവിടെ എന്ത് ഗവർണറായിട്ട് പോകത്ത്? ഒരു മറ്റെല്ലാ നായർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയില്ലോ. ഇത് അവസാനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഗവർണറായിട്ടുണ്ട്. എന്തേ സുരേന്ദ്രന് കിട്ടാത്തത്? എന്തേ മുരളിക്ക് കിട്ടാത്തത്? ഇതൊക്കെ നേതാക്കളില്ലേ. സുരേന്ദ്രൻ മുരളിയൊക്കെ കേരളത്തിൽ BJP ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകൂല്ലാതെ പൂർണ്ണ ബോധ്യമുള്ള സമയത്തല്ലേ അവർ പാടുപെട്ടുണ്ടാക്കിയത്. അതിന് മുമ്പുണ്ടായി മാരാർജിയും പിന്നെ മറ്റു പലരും ഉണ്ടായിരുന്നല്ലോ, ശ്രീരംപിള്ളയൊക്കെ, പിന്നെ രാമൻപിള്ളയൊക്കെ. അതാണ് കാര്യം. ഇവിടെ BJP സംബന്ധിച്ച് ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം വോട്ട് ഉള്ളത് കിട്ടാൻ സാധ്യതയുള്ള 23% ഈഴവർ, 9% നായർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്. അത് ആൾ കൂടുതൽ ഈഴവന് കൊടുക്കാൻ നായർ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നായർക്ക് കൊടുക്കാൻ അങ്ങനെ ആ ഒരു ആ ഒരു തർക്കം അമിത്ഷാ എത്രയൊക്കെ കിണഞ്ഞ് ശ്രമിച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട് വലിയ വിഷയം തന്നെയാണ്. ആഴത്തിലുള്ളതാണ്. അത് പെട്ടെന്ന് യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം അധികാരം കിട്ടില്ല, ഞങ്ങൾക്ക് വേണം. അവർ 9% ഉള്ളൂ. വോട്ട് ഞങ്ങളുടെ കയ്യിലാണ്, 20% ഞങ്ങൾക്ക് വേണം, അത് കൊടുക്കൂല. ആ ഒരു തർക്കമുണ്ട്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതൊക്കെ സാമൂഹികമായിട്ടല്ല, ചരിത്രപരമായ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഏതായാലും ഒരു കാര്യം പറയാം, UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാക്കായും കൂട്ടരും, കുഞ്ഞാക്ക് പല കണക്കുകൂടലുണ്ട്. അതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണക്കുകൂടൽ ശരിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മുസ്ലിമിൻ്റെ പേര് മാറ്റിയിട്ട് ഒരു ദേശീയ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടി നിർത്താൻ അനുവദിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തിയാക്കാം. ബ്രിക്സ് ഉച്ചകോടിക്കോണില്ല, ബ്രിക്സ് അത് എല്ലാ രാഷ്ട്രങ്ങളൊപ്പം ഇന്ത്യയും ഇറാൻ അനുകൂലമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് സംഘപരിവാറും ക്രിസംഗും ഒക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളപ്പോൾ? കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെൻറ് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാൻ അനുകൂലമായിട്ടും ഇസ്രായേൽ കയറി അറ്റാക്ക് തെറ്റുവാണെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ രാജ്യം സപ്പോർട്ട് ചെയ്യുക. കാരണം മനസ്സിലാക്കണം, ഇറാനിൽ നിന്ന് നമുക്ക് ഒരുപടി കിട്ടാനുണ്ട്. ഇസ്രായേലിൽ എന്താ കിട്ടാനുള്ളത്? കുറച്ച് ആയുധം ഉണ്ടായി, ആ ആയുധം പോലും വിജയിക്കില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എന്ത് കിട്ടാനുണ്ട്? ഈ കാസ ഒരു സംഘം ഉണ്ടാക്കിയില്ല ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി. അതൊന്നും ഇന്ത്യ ഗവൺമെൻറ് ഒരു ഗുണമില്ലെന്ന് ഇന്ത്യ ഗവൺമെൻറ് നയിക്കുന്ന ബുദ്ധിജീവികൾക്ക് മനസ്സിലായി. പക്ഷെ ഇവിടുത്തെ ചില സഖാക്കൾക്ക്, ചില ക്രിസംഗികൾക്കും അല്ലെങ്കിൽ പിന്നെ സംഘപരിവാർ മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ഇസ്രായേലിന് വാദിക്കുകയാണ്. എന്ത് നേട്ടം ഇസ്രായേൽ കൊണ്ട് നടക്കും? ഒന്നാമത്തെ ആകെ 1 കോടി താഴെ ഉള്ളൂ. അവിടുത്തെ ഒരു സാധനം, ഒരു ഓയിലോ ഒന്നും, ഈ യന്ത്രം അമേരിക്കയുടെ കട്ടുണ്ടാക്കുന്ന യന്ത്രം യുദ്ധ ഉപകരണം അല്ലാതെ വേറെ ഒന്നും അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യയിൽ കൃത്യമായ ഇൻ്റലിജൻസ് ബുദ്ധി കൊടുക്കാൻ അതും തോറ്റുപോയില്ലേ. ഇറാഖ് ഇസ്രായേൽ യുദ്ധത്തിൽ അവർ എല്ലാ രഹസ്യാന്വേഷണം തകർത്തു പോയില്ലേ, ലോകം അംഗീകരിച്ചു കഴിഞ്ഞില്ലേ. ഇറാഖിൻ്റെ കയ്യിലുള്ള അപകടത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുണ്ടായില്ല. അപ്പം അതാണ് സംഗതി. അപ്പം അതുകൊണ്ട് സംഘപരിവാറായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.